ചില ഫേമസ് കാർ ബ്രാൻഡ്സിനെ പറ്റി പറയുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കാണാൻ മറക്കല്ലേ. കാറുകളുടെ ചരിത്രം മുതൽ പ്രധാനപ്പെട്ട കാർ കമ്പനികളെ പറ്റിയും അവ ഏതൊക്കെ രാജ്യങ്ങളുടേതാണ് എന്നും അവയുടെ ചില സവിശേഷതകളുമെല്ലാം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള മറ്റു ചില കാർ കമ്പനികളെ പറ്റി നോക്കാം. ആദ്യം തന്നെ നമുക്ക് വോൾവോയെ പറ്റി പറയാം. സേഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ലോകപ്രശസ്തമായ ഒരു സ്വീഡിഷ് കമ്പനിയാണ് വോൾവോ. 1927 അസർ ഗേബ്രിയൽസണും ഗുസ്തഫ് ലാർസണും ചേർന്ന് ഗൊതെൻബർഗ് നഗരത്തിലാണ് വോൾവോ സ്ഥാപിച്ചത്. 1959 വോൾവോ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്. ഈ കണ്ടുപിടുത്തത്തിന് അവർ പേറ്റന്റ് എടുത്തെങ്കിലും മനുഷ്യരുടെ സുരക്ഷയ്ക്കായി എല്ലാവർക്കും ഉപയോഗിക്കാൻ അനുമതി നൽകി. സേഫ്റ്റി, സ്ട്രോങ് സോളിഡ് ബിൽഡ്, ഫാമിലി കാർ ഇമേജ്, ഡ്യൂറബിലിറ്റി, ലക്ഷറി, സ്കാൻഡിനേവിയൻ മിനിമലിസം എന്നിവയൊക്കെ വോൾവോ കാസിൻ്റെ പ്രത്യേകതയാണ്. വോൾവോയുടെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് വോൾവോ ആമസോൺ, വോൾവോ XC90, വോൾവോ P1800 എന്നിവയൊക്കെ. അടുത്തതായി ജനറൽ മോട്ടോഴ്സിനെ പറ്റി പറയാം. 1908 വില്യം സി ദുരാന്ത് അമേരിക്കയിൽ സ്ഥാപിച്ച ജനറൽ മോട്ടോഴ്സ് നിരവധി ചെറിയ കാർ കമ്പനികളെ ഒന്നിപ്പിച്ച് രൂപം കൊണ്ട ഒരു പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയാണ്. 1920കളിൽ ആൽഫ്രഡ് പി സൊളാൻ കമ്പനി റീഓർഗനൈസ് ചെയ്യുകയും വിവിധ ബ്രാൻഡ്സ് വ്യത്യസ്ത വിലയും സ്റ്റൈലും ഉള്ളവയായി ക്രമീകരിക്കുകയും ചെയ്തു. ഇത് ലോകത്ത് വലിയ ബിസിനസ് മോഡലായി മാറി. 2009 വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കമ്പനി ബാങ്ക്റപ്റ്റ് ആയെങ്കിലും പിന്നീട് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇന്ന് GM ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും പുതിയ ടെക്നോളജികളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. GMൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബ്രാൻഡ്സാണ് ഷെവർലെ, കാഡിലാക്, GMC, ബ്യൂയിക്ക് എന്നിവ. അമേരിക്കൻ മസിൽ കാർസ്, മൾട്ടിപ്പിൾ ബ്രാൻഡ്സ്, മാസ് പ്രൊഡക്ഷൻ ആൻഡ് ബിഗ് ഇൻഡസ്ട്രി, ഇന്നോവേഷൻ, ട്രക്ക് ആൻഡ് SUV ഡോമിനൻസ്, ഇലക്ട്രിക് ഫ്യൂച്ചർ എന്നിവ GMൻ്റെ പ്രത്യേകതകളാണ്. GMലെ ചില പ്രധാനപ്പെട്ട കാറുകളാണ് GMC സിയേറ, ഹമ്മർ, ഷെവർലെ കോർവെറ്റ്, പോണ്ടിയാക് GTO എന്നിവ. ഇനി റോൾസ് റോയ്സിനെ പറ്റി പറയാം. റോൾസ് റോയ്സ് മോട്ടോർ കാർസ് 1904 UK-യിൽ ചാൾസ് റോൾസും ഹെൻറി റോയ്സും ചേർന്ന് സ്ഥാപിച്ച ഒരു പ്രശസ്ത ബ്രിട്ടീഷ് ലക്ഷറിയസ് കാർ നിർമ്മാണ കമ്പനിയാണ്. ഇവരിൽ റോയ്സ് ഒരു മികച്ച എഞ്ചിനീയറും റോൾസ് ഒരു കാർ ഡീലറുമായിരുന്നു. 1906 പുറത്തിറങ്ങിയ റോൾസ് റോയ്സ് സിൽവർ ഗോസ്റ്റ് സ്മൂത്ത് ഡ്രൈവിങ്ങിനും വിശ്വസ്തതയ്ക്കും പേര് കേൾക്കുകയും ദ ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്ന വിശേഷണത്തോടെ പ്രശസ്തമാവുകയും ചെയ്തു. ഇപ്പോൾ റോൾസ് റോയ്സ് മോട്ടോർ കാർസ് BMW ഉടമസ്ഥതയിലാണ്. പിനിക്കിൾ ഓഫ് ലക്ഷറി ആൻഡ് പ്രസ്റ്റീജ്, ബിസ്പോക്ക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്, ദ ബെസ്റ്റ് സ്മൂത്ത് റൈഡ്, ദ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി, റിലയബിലിറ്റി എന്നിവയൊക്കെ റോൾസ് റോയ്സ് കാർസിൻ്റെ പ്രത്യേകതയാണ്. റോൾസ് റോയ്സിലെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് റോൾസ് റോയ്സ് ഫാൻറ്റം, റോൾസ് റോയ്സ് കള്ളിനൻ, റോൾസ് റോയ്സ് സിൽവർ ഷാഡോ എന്നിവയൊക്കെ. അടുത്തതായി ഫെറാറി. 1939 എൻസോ ഫെറാറി ഇറ്റലിയിലാണ് ഫെറാറി സ്ഥാപിച്ചത്. ആദ്യം ഓട്ടോ അവിയോ കൂസ്ട്രോസിയോനി എന്ന പേരിൽ ആരംഭിച്ച ഈ കമ്പനി 1947 ആദ്യമായി ഫെറാറി ബ്രാൻഡിൽ കാർ പുറത്തിറക്കി. ഫെറാറി ആദ്യകാലത്ത് തന്നെ റേസിംഗ് ലോകത്ത് തൻ്റെ ശക്തമായ സാന്നിധ്യം സ്ഥാപിച്ചു. പ്രത്യേകിച്ച് സ്കുഡെറിയ ഫെറാറി ടീമിൻ്റെ അതുല്യമായ പ്രകടനങ്ങളിലൂടെ. സ്പീഡ് ആൻഡ് പെർഫോമൻസ്, ഫോർമുല 1 റേസിംഗ്, ലക്ഷറി ആൻഡ് സ്റ്റാറ്റസ്, എൻഗേജിംഗ് സൗണ്ട് എന്നിവയൊക്കെ ഫെറാറിയുടെ പ്രത്യേകതയാണ്. ഫെറാറിയുടെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് ഫെറാറി F1 കാർ, ഫെറാറി F40, ഫെറാറി എൻസോ, ഫെറാറി 250 GTO എന്നിവയൊക്കെ. ഇനി നമുക്ക് ലാംബോർഗിനിയെ പറ്റി പറയാം. 1963 ഫെറൂച്ചിയോ ലാംബോർഗിനി ഇറ്റലിയിലാണ് ലാംബോർഗിനി സ്ഥാപിച്ചത്. ഫെറാറി കാറുകളുമായി ഉണ്ടായ അസന്തോഷം കാരണം ഒരു മികച്ച ഗ്രാൻഡ് ടൂർ കാർ നിർമ്മിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ലാംബോർഗിനി തുടങ്ങിയത്. ആദ്യകാലത്ത് ലക്ഷറി GT കാർസ് ഉണ്ടാക്കുന്ന കമ്പനി പിന്നീട് സൂപ്പർ കാർസിൻ്റെ ലോകത്ത് വലിയ സ്ഥാനം നേടി. ലാംബോർഗിനിയുടെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് ലാംബോർഗിനി അവെൻറ്റഡോർ, ലാംബോർഗിനി
കുണ്ടാഷ്, ലാംബഗിനി മിയോറ, ലാംബഗിനി ഉറൂസ് എന്നിവയൊക്കെ. അടുത്തതായി ഫിയറ്റ്. 1899 ഇറ്റലിയിലെ ട്യൂറിൻ നഗരത്തിലാണ് ഫിയറ്റ് സ്ഥാപിതമായത്. ഫാബ്രിക്ക ഇറ്റാലിയാന ഓട്ടോമൊബിലി ടൊറിനോ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇറ്റലിയിലെ ആദ്യകാല കാർ നിർമ്മാതാക്കളിലൊന്നായ ഫിയറ്റ് ചെറിയ സിറ്റി കാർസിൽ നിന്നും ട്രക്കുകളും ട്രാക്ടറുകളും വരെ നിർമ്മിച്ച് വേഗത്തിൽ വളർന്നു. കാലക്രമേണ ഫിയറ്റ് ലോകത്തിലെ വലിയ ഓട്ടോമൊബൈൽ ഗ്രൂപ്പുകളിലൊന്നായി മാറി. പിന്നീട് ക്രൈസ്ലറുമായി ലയിച്ച് സ്റ്റെലൻഡസ് എന്ന വലിയ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുകയും ചെയ്തു. സ്മോൾ സിറ്റി കാർസ്, അഫോർഡബിൾ കാർസ്, ഇറ്റാലിയൻ ഡിസൈൻ, സിമ്പിൾ എഞ്ചിനീയറിംഗ്, റാലി ഹെറിറ്റേജ് എന്നിവയൊക്കെ ഫിയറ്റ് കാറുകളുടെ പ്രത്യേകതയാണ്. ഫിയറ്റിൻ്റെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് ഫിയറ്റ് 124, ഫിയറ്റ് 500, ഫിയറ്റ് പുണ്ടോ എന്നിവയൊക്കെ. അവസാനമായി ഔഡിയെപ്പറ്റി പറയാം. 1909 ഓഗസ്റ്റ് ഹോഷ് ഓട്ടോമൊബൈൽ വെക്കെ GmbH എന്ന പേരിൽ ജർമ്മനിയിൽ ഈ കമ്പനി സ്ഥാപിച്ചെങ്കിലും പിന്നീട് 1910 നിയമപ്രശ്നങ്ങൾ കാരണം ഔഡി എന്ന പേര് സ്വീകരിച്ചു. ഗോഷ് എന്ന ജർമ്മൻ വാക്കിൻ്റെ ലാറ്റിൻ വിവർത്തനമാണ് ഔഡി. ഈ വാക്കിൻ്റെ അർത്ഥം ലിസൺ എന്നാണ്. 1932 ഔഡി, DKW, ഹോർഷ്, വണ്ടറർ എന്നീ 4 കമ്പനികൾ ചേർന്ന് ഓട്ടോ യൂണിയൻ രൂപീകരിച്ചു. ഇതാണ് ഔഡിയുടെ ലോഗോയിലെ 4 റിങ്സിനു പിന്നിലെ കഥ. ഇന്ന് ഔഡി ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജി, ക്വാട്ടറോ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം, പ്രീമിയം ക്വാളിറ്റി, ഹൈ പെർഫോമൻസ്, ലക്ഷറി ആൻഡ് മോഡേൺ ഡിസൈൻ എന്നിവയൊക്കെ ഔഡി കാസിൻ്റെ പ്രത്യേകതയാണ്. ഔഡിയുടെ ചില പ്രധാനപ്പെട്ട മോഡലുകളാണ് ഔഡി സ്പോർട്ട് ക്വാട്രോ S1, ഔഡി R8, ഔഡി Q7, ഔഡി TT RS എന്നിവയൊക്കെ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇന്ത്യയിലെ ഫേമസ് കാർ കമ്പനികളെ പറ്റിയുള്ള വീഡിയോ ചാനലിൽ ഉടനെ വരുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.